വിലക്കുകൾ ലംഘിച്ചും കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയുടെയും അനുയായികളാണ് സൈബർ ഇടങ്ങളിൽ തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി പ്രചരണം ശക്തമാക്കിയിരിക്കുന്നത്. പരസ്യ പ്രതികരണങ്ങൾക്ക് ഹൈക്കമാൻഡിന്റെ വിലക്ക് നിലനിൽക്കുമ്പോഴാണ് അത് മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി ചർച്ച സജീവമാക്കുന്നത്. നേതാക്കളുടെ കഴിഞ്ഞകാല ഇടപെടലുകൾ വ്യക്തമാക്കുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും പുറത്തിറക്കിയാണ് അനുയായികളുടെ ഈ ക്യാമ്പയിൻ നടക്കുന്നത്. കോൺഗ്രസിലെ ഈ ചർച്ചകളിൽ ലീഗ് നേതൃത്വത്തിനടക്കം കടുത്ത അതൃപ്തിയുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും വളരെ കൗതുകം കൂടി നിറഞ്ഞതാണ് കോൺഗ്രസിലെ ഈ ചർച്ചകൾ എന്നതുകൂടിയാണ് വാസ്തവം. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം പരിശോധിക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കോൺഗ്രസിൽ ഈ ചർച്ചകൾ അത് അങ്ങേയറ്റം മോശമായ ഒരു ചർച്ചയാണ്, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. ഹൈക്കമാൻഡൊക്കെ വലിയ ഇടപെടൽ നടത്തുന്നു, പരസ്യ പ്രതികരണങ്ങളൊന്നും വേണ്ട. മുൻനിര നേതാക്കൾ ആരും പരസ്യമായി വരുന്നില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഇതൊരു വലിയ ആയുധമാണ്, നീക്കമാണ്. ഒരു കാര്യം വ്യക്തമാണ്, നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് ഈ നീക്കമെന്ന് വ്യക്തമാണ്. അല്പസമയം മുമ്പ് കൊച്ചിയിൽ നിന്നൊരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നതായി കണ്ടു. വി.ഡി. സതീശൻ അവിടെ ഒരു പൊതുപരിപാടിയിൽ ചെല്ലുമ്പോൾ വി.ഡി. സതീശനെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി എന്ന് പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളികളുമായൊക്കെ അണികൾ കളത്തിലിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണോ കോൺഗ്രസിലെ ഈ നീക്കങ്ങൾ? ഈ ഇപ്പോഴത്തെ ചർച്ചകൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നടക്കുന്നത്? വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഓരോ ദിവസവും കൂടുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും സമാനമായ തരത്തിലുള്ള തർക്കങ്ങൾ സൈബർ പോരിലേക്കും സൈബർ വെല്ലുവിളികളിലേക്കുമൊക്കെ മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ഈ വിവാദങ്ങൾക്ക്, തർക്കങ്ങൾക്ക് ചൂടുപിടിച്ചിരിക്കുന്നത് അജയ് തറയിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പോടെയാണ്. അതായത് എന്റെ സ്വപ്നത്തിലെ മുഖ്യമന്ത്രി എന്ന് പങ്കുവെച്ചുകൊണ്ടാണ്, പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നാലെയാണ് 3 പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചർച്ചകളിൽ പറഞ്ഞു കേൾക്കുന്ന 3 പ്രധാനപ്പെട്ട നേതാക്കളുടെയും പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ വീണ്ടും വാഴ്ത്തുപാട്ടുകളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളുമൊക്കെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കെ.സി. ദ റിയൽ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ അത് വലിയ തരത്തിൽ കെ.സി. അനുകൂലികൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് റിയൽ ക്യാപ്റ്റൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്ററുകളും വലിയ തരത്തിൽ വി.ഡി. അനുകൂലികൾ പ്രചരിപ്പിക്കുന്നു. അതേസമയം രമേശ് ചെന്നിത്തലയെ ജനനായകൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള AI വീഡിയോകളും അതോടൊപ്പം തന്നെ AI കാർഡുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അതായത് സൈബറിടത്ത് ആദ്യഘട്ടത്തിൽ കെ.സി. വി.ഡി. പക്ഷങ്ങൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നതെങ്കിൽ അവിടേക്കിപ്പോൾ രമേശ് ചെന്നിത്തല വിഭാഗം കൂടി സജീവമായി തന്നെ കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് പരസ്യമായി ആ ചർച്ചകൾക്കൊന്നും തങ്ങളില്ല എന്ന് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ പരസ്യമായി തന്നെ പ്രതികരണം നടത്തിയതാണ്. പക്ഷേ അവരുടെ അറിവോടെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ വാഴ്ത്തുപാട്ടുകൾ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, 80 സീറ്റിന് മുകളിലേക്കൊക്കെ ഒരു ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഉറപ്പാണ് ഈ തർക്കം അതിന്റെ ഒരു പാരമ്യത്തിലേക്ക് തന്നെ എത്തും. മാത്രമല്ല, ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലൂടെയാണ് UDF അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ PR പ്രചാരണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേര് ആരുടേതാകണമെന്നതിൽ നിർണായകമാകുക എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഡാന്, ഒരു കാര്യം വ്യക്തമാണ്, ഈ ചർച്ചകൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം UDF കോൺഗ്രസിന് അനുകൂലമെങ്കിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക ഒരു വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത് ആ രീതിയിൽ 3 പേരും ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം, ഈ കെ.സി. വേണുഗോപാൽ നിലവിൽ നിയമസഭയിൽ മത്സരിച്ച വ്യക്തി പോലുമല്ല കെ.സി. വേണുഗോപാൽ. പക്ഷേ കെ.സി. മുഖ്യമന്ത്രിയാകും, അത്തരം സാധ്യതകൾ പങ്കുവയ്ക്കുന്നവരുണ്ട്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നമുക്കറിയാം കോൺഗ്രസിൽ എന്ത് സംഭവിക്കാം. പക്ഷേ കെ.സിയോട് ചോദിക്കുന്ന ചോദ്യത്തിനും കെ.സി. വേണുഗോപാൽ ഞാൻ മുഖ്യമന്ത്രി ആവാനില്ല എന്ന മറുപടി പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ ചർച്ചകൾ അതുകൊണ്ട് അടയ്ക്കാമായിരുന്നു. പക്ഷെ അത് പറയാതെ ആ സസ്പെൻസ് കെ.സി. വേണുഗോപാൽ തന്നെ. അപ്പോൾ നേതാക്കൾ മുൻനിരയിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നില്ലെങ്കിലും അവരുടെ സൂചനകളിലെല്ലാം ഈ തർക്കത്തിൻ്റെ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്, അല്ലേ?
അതായത് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ എത്തിയിട്ട് ഏതാണ്ട് 8 വർഷത്തോളം ആകുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇനി അദ്ദേഹം മറ്റൊരു പദവിയിലേക്ക് വന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന പദവിയേക്കാൾ ഉയർന്ന പദവിയായിരിക്കണം. അവിടെ സംഘടനാ തലത്തിലാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയാണ്. പിന്നീട് KC വേണുഗോപാലിനായി അഭ്യൂഹങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതൃപദവി. പക്ഷേ അതിലൊരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. അങ്ങനെയാണ് KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഒരു വർഷം മുമ്പ് തൊട്ട് പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുമൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഇടപെടലുകൾ അതാണ് ഈ അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടിയതെന്ന് വേണം പറയാൻ. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ KC വേണുഗോപാൽ നേരിട്ട് സാമ്പത്തികമായി സഹായം വരെ താഴെ തട്ടിലുള്ള ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്കൊക്കെ നൽകുന്ന ഒരു സാഹചര്യം കൂടി. സാധാരണയായി ഈ നേതൃസ്ഥാനത്തേക്കൊക്കെ വരുന്നവരാണ് അത്തരത്തിൽ ധനസഹായമൊക്കെ നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. ഈ തവണ അവിടേക്ക് KC വേണുഗോപാലിന്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ അപ്പുറത്തേക്ക്, അതിലെ ഇടപെടലുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ബൂത്ത് തലം വരെ നേരിട്ട് KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല ഗ്രൂപ്പുകളൊക്കെ അപ്രസക്തമാണ് എന്ന് പറയുമ്പോഴും ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് A ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവർ അവർ നേരിട്ടും അല്ലാതെയുമൊക്കെ ഔദ്യോഗികമായി അനൌദ്യോഗികമായി ഒക്കെ കാണുകയും സംസാരിക്കുകയും KC പക്ഷത്തിന് പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം ഒരു വശത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ അത് പരസ്യമായി അവർ ആരും സമ്മതിക്കുന്നില്ല എങ്കിലും രഹസ്യമായി അങ്ങനെ തന്നെ അത് സജീവമായിരിക്കുകയാണ്. അതിനിടയിലാണ് KC വേണുഗോപാലിനോട് താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു മറുപടി നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന കാഴ്ചകളും കാണുന്നത്. അതായത് ചർച്ചകളിൽ സജീവമായി KC വേണുഗോപാലിന്റെ പേര് ഒരു വശത്ത് നിറയുകയാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് KCക്ക് കേരളത്തിലേക്ക് ഒരു എൻട്രി പ്രതീക്ഷിച്ചിരുന്നതിന് ഒറ്റ സാഹചര്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ ഒരു തർക്കം ഉണ്ടായാൽ, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം ഉന്നയിക്കുന്നതിന്റെ പേരിൽ രമേശ് ചെന്നിത്തല VD സതീശൻ വിഭാഗങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ അവിടേക്ക് ഒരു കോംപ്രമൈസ് മുഖമായി, ഒരു സെറ്റിൽമെന്റ് മുഖമായി KC വേണുഗോപാൽ എത്തിയേക്കും എന്ന പ്രചാരണമായിരുന്നു ആദ്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂട് പകർന്നതെങ്കിൽ ആ സാഹചര്യം മാറിയിരിക്കുന്നു. VD സതീശനും KC വിഭാഗവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് നിലവിലെ രാഷ്ട്രീയം. KC വേണുഗോപാലിനാകാമെങ്കിൽ എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനായിക്കൂടാ? ഈ ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതായത് ഇതുവരെ കേൾക്കാത്ത പല പേരുകളും ചർച്ചകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അല്പസമയം മുമ്പ് മുൻ DGP TP സെൻകുമാറിന്റെ ഒരു പോസ്റ്റ് കണ്ടു. അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ട് കൊടിക്കുന്നിലെ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല? കൊടിക്കുന്നിൽ എല്ലാ യോഗ്യതയുമില്ലേ, ഏറ്റവും അധികം പാർലമെന്ററി പാരമ്പര്യമുള്ള വ്യക്തിയല്ലേ അദ്ദേഹം. മാത്രമല്ല പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെ പരിഗണിച്ചെങ്കിൽ പുതിയൊരു മുഖമുണ്ടാവും. എന്തുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നത്. അപ്പോൾ ഈ കൊടിക്കുന്നിൽ പോലെയുള്ള മുഖങ്ങൾ സോഷ്യൽ മീഡിയയിലെങ്കിലും ഈ ചർച്ചകൾ ഉയർന്നു വരുന്നതിന്റെ ഒരു കൗതുകം കൂടിയുണ്ടല്ലോ. എന്തെങ്കിലും സാധ്യത കൊടിക്കുന്നിൽ ഉണ്ടാകുമോ? അതായത് 2 അല്ലെങ്കിൽ 3 പേരുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ സൈബർ ഇടങ്ങളിലടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും അതിനപ്പുറത്തേക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ അർഹതയുള്ളവരും അതോടൊപ്പം ആ സ്ഥാനത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ ഒരു വലിയ വിഭാഗം നേതാക്കൾ പിൻനിരയിലുണ്ട്. നമുക്കറിയാം KC വേണുഗോപാൽ MP ആയി അദ്ദേഹം തുടരുന്ന ഒരു പശ്ചാത്തലം, അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. സമാനമായ തരത്തിൽ K സുധാകരനും അടൂർ പ്രകാശും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് നിന്നിരുന്നവരാണ്. ആ പട്ടികയിൽ അന്ന് കൊടിക്കുന്നിൽ സുരേഷും ഉണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഏറെ നാളായി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കും. ചുണ്ടിനും കപ്പിനുമിടയിൽ പലപ്പോഴും കൊടിക്കുന്നിൽ സുരേഷിന് ആ സ്ഥാനം നഷ്ടമാകുന്ന കാഴ്ചകളൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഈ ചർച്ചകളിലേക്ക് സംസ്ഥാനത്തു നിന്നുള്ള ഒരു മുതിർന്ന നേതാവുണ്ടെന്ന നിലയിൽ, ഒരു ദളിത് വിഭാഗത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരും ചർച്ചകളിൽ നിറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നിലവിലെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇനി ഒരു പേര് ആ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരിക എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത് എത്ര കണ്ട് പ്രായോഗികമായി മാറും എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
നിലവിൽ ഇതൊരു നേർക്കുനേർ ഫൈറ്റിലേക്ക് പോകുന്നതിന്റെ തുടക്കമാണ്. സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ഉണർന്നു കേൾക്കുന്ന ഈ വാഴ്ത്തുപാട്ടുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മെയ് 4-നോടനുബന്ധിച്ച് അത് അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്താനാണ് സാധ്യതയെന്നാണ് നിലവിലെ ഈ സൈബർ പോര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ കൗതുകമുള്ള ചർച്ചകൾ കൂടിയാണ്. രാഷ്ട്രീയ പ്രാധാന്യത്തിനപ്പുറം ചില കൗതുകങ്ങൾ കൂടി ഈ ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ്. കാരണം ഇനിയും വരാത്ത തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി ആ സാധ്യതകൾ മുൻനിർത്തിയാണ് ഈ ചർച്ചകൾ എന്നതുകൂടിയാണ് സാഹചര്യം. എന്തായാലും UDF വലിയ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ആണ് ഈ ചർച്ചകളിൽ പ്രതിഫലിക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്.